ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പറഞ്ഞത് വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. ഖുർആൻ പറയുന്നു, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു നിർത്തുന്നില്ല. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒരു പ്രവൃത്തി പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്ക പോലും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അതൊരു മോശമായ കാര്യമാണ്. എന്റെ ചുറുചുറുക്കുള്ള യുവാക്കളെ, എന്റെ യുവതികളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്ലീസ് നിങ്ങൾക്ക് മനസ്സുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ദുർചിന്തകൾ നൽകിയിട്ട് നിങ്ങളുടെ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് കടത്തി കൊണ്ടുപോകുമ്പോ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് സ്വർഗമാണ് തടയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്വർഗമാണ് നിങ്ങൾക്ക് തടയുന്നത് അല്ലാഹു തആല. അവിഹിത വീഴ്ചകളിലേക്ക് ഇബ്ലീസ് ഞങ്ങളെ കൊണ്ടു ചെല്ലുമ്പോ ഇന്ന് മൊബൈലുകൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപകാരമുള്ള സാധനം, ഉപദ്രവമുള്ള സാധനം. അത് ഉപകാരമുണ്ട്, അതിനപ്പുറം ഇപ്പൊ ഉപദ്രവമായി മാറിയിരിക്കും. എപ്പോഴും മൊബൈലിൽ കൂടെ ഉള്ള കളി, മൊബൈലിൽ കൂടെ ഉള്ള ആ മെസ്സേജ്, ഫേസ്ബുക്ക് എടുക്കുന്നു, അതെടുക്കുന്നു, മെസ്സേജ് വിടുന്നു, പിന്നെ അവര് ഫ്രണ്ട്ഷിപ്പായി, അവരുമായി പിന്നെ അങ്ങനെ സംസാരങ്ങളായി. അല്ലാതെ ഒരു നമ്പർ അടിക്കുന്നു, 98 അവസാനം ആവാൻ 91 പോയി ഒരു പെണ്ണിനെ കിട്ടിയ ആ പെണ്ണിന്റെ ആരും പോയി, പിന്നെ ആ പെണ്ണിനെ കയ്യിലെടുത്തിട്ട് പിന്നെ തറയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ. ഒരു സ്ത്രീയാണ് അവന്റെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പിന്നെ അവനെ ഓരോ ദിവസം വിളിച്ച് അതിനെ കൈക്കലാക്കണം അവന്റെ കയ്യിൽ. ഇതാണ് 2-3 സിം. ഒന്ന് ഭാര്യ വിളിക്കാൻ, ഒന്ന് മറ്റുള്ള കസ്റ്റമറെ വിളിക്കാൻ. ഒരു കസ്റ്റമർ ഇവിടെ, ഒരു കസ്റ്റമർ അപ്പുറത്ത്, ഒരു കസ്റ്റമർ താഴെ മുകളിൽ. ഇതാണ് അവസ്ഥ. നമ്മുടെ നാടുകൾ മുഴുവനും ഇതേ ഒരു അവസ്ഥ. എപ്പോഴും നോക്കിയാലും ചില പയ്യന്മാർ റോട്ടിന് ഇങ്ങനെ കാണാം മൊബൈലും വെച്ചോണ്ട്. അല്ലാഹു എന്തോ ഇവന് ചെവി അടിച്ചു പോരുന്ന, കത്തിപ്പോലെ ചെവികൾ. ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ നമ്മുടെ മൊബൈൽ ചൂടാണ്, ഇവര് ചെവിയും ചൂടായി പോരുന്നു. ഇവിടെ അറിയാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ ഇപ്പോൾ മൊബൈൽ പോക്കിയിട്ട് ഇയർഫോൺ വയറൊന്നുമില്ല, ചെറിയ സാധനം ചെവി കുത്തിയിട്ട് ഞാൻ തോർന്ന് ഇങ്ങനെ ഇട്ടേക്കും. ആരും അറിയില്ല. വെറുതെ ഭ്രാന്തന്മാർ സംസാരിച്ചുകൊണ്ട് പോകും. ആൾക്കാർ ആയിരിക്കും അവനെ ഭ്രാന്താണ്. അവന് ഭ്രാന്തൊന്നുമില്ല, അവൻ സംസാരിക്കുന്ന കസ്റ്റമർ. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവരും അല്ലേ കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ എപ്പോഴും നോക്കിയാലും ഫോൺ വിളി. ഇതെന്തിനാ ഫോൺ വിളി? ഈ പെണ്ണിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് തന്നെ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒരു കാര്യമാണ്. കലവാസ്ഥ നമ്മുടെ അടുത്ത് മഹാനവർ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവർ പറഞ്ഞത്, പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കൊണ്ടാമണ്ടി, മിണ്ടിക്കഴിഞ്ഞാലൊന്ന് തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും, ഇബ്ലീസ് വിട്ട അമ്പിരുണ്ടേ നെഞ്ച്, ഇരുഭാഗവും അതിനാൽ തകർന്നേ നെഞ്ച്. എന്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസ് എന്റെ ആ അസ്ത്രമാണ്, ഇബ്ലീസ് വിടുന്ന അമ്പാണ്. ആ ഇബ്ലീസ് വിടുന്ന അമ്പ്, ആ വിഷം പരസ്പരം സ്ത്രീ പുരുഷന്മാര് തമ്മിലുള്ള നോട്ടം, ആ നോട്ടത്തിലൂടെ തന്നെ ആ വിഷമാണ് ആ ഇബ്ലീസ് കൊടുത്തു വിടുന്നത്. ആ നോട്ടത്തിലൂടെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ആ നെഞ്ചുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നെഞ്ചുകളെ പിളർന്ന് ആ വ്യഭിചാരത്തിലേക്ക് ചെല്ലുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരത്തിലേക്ക് ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വെറുതെ ഇങ്ങനെ സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോ, ഒരു സ്ത്രീയെ കുറിച്ച് വേണ്ടാതെ ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു പുരുഷനെ കുറിച്ച് ചിന്തിക്കുമ്പോ, ഒരു പുരുഷനെ കുറിച്ച് പുരുഷനോട് സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ അവനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോ, നാളെ പടച്ചതമ്പുരാൻ ഇതെല്ലാം ചോദിക്കുന്ന ഒരു ദിവസം വരും. നമ്മൾ വിസ്മരിച്ചു പോകണ്ട. ഖുർആൻ പറഞ്ഞത്, ഇന്ന സമഅവൽ ബസറ വൽ ഫുആദ കുല്ലൻ ഉലൈക കാന അൻഹു മസ്ഊലാ. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇന്ന സമഅവൽ ബസറ വൽ ഫുആദ കുല്ലൻ ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവിയെ കുറിച്ച് നാളെ പടച്ചതമ്പുരാൻ ചോദിക്കുമത്രേ. നീ എന്തെല്ലാം കേട്ടു എന്ന് അല്ലാഹു തആല നാളെ മനുഷ്യരിലേക്ക് വരുമ്പോ നിന്നോട് ചോദിക്കും. നീ എന്തെല്ലാം കണ്ടു എന്ന് അല്ലാഹു തആല നിന്നോട് ചോദിക്കും. നിന്റെ ഹൃദയം കൊണ്ട് എന്തെല്ലാം ചിന്തിച്ചു എന്ന് അല്ലാഹു തആല ചോദിക്കും. നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും നിന്റെ ചെവികൾ കൊണ്ട് കേട്ടതും നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന സർവ്വ ചിന്തകളും നാളെ പടച്ചതമ്പുരാൻ മനുഷ്യരിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നിനക്ക് നാളെ റബ്ബിന്റെ
മുമ്പിൽ എന്താ മറുപടി പറയാൻ കഴിയും? കള്ളം പറഞ്ഞുകൊണ്ട് ശീലിച്ച നാവുകള്, ഈ നാവുകളെ പടച്ച തമ്പുരാൻ ശീലി വെച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മോട് ചോദിക്കുമ്പോ എന്ത് മറുപടി എന്റെ പ്രിയമുള്ളവരെ പറയാൻ കഴിയും? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കള്ളം പറഞ്ഞ് ശീലിച്ച നാവുകളെ നാളെ റബ്ബിന്റെ മുമ്പിൽ പൊക്കാൻ കഴിയില്ല. നിന്റെ വായ്കളെ പടച്ച തമ്പുരാൻ ശീലി വെച്ചിട്ട് കൈകളെ കൊണ്ട് അല്ലാഹു തആല സംസാരിപ്പിക്കുമ്പോ നിന്റെ കാലുകളെ സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹ് പടച്ചവരെ, ഈ കൈകൾ കൊണ്ട് ചെയ്ത തെറ്റുകൾ ഞാൻ സാക്ഷിയാണല്ലോ. കാലുകൾ അല്ലാഹുവോട് പറയുമ്പോ കൈകൾ സാക്ഷി നിൽക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളും പടച്ച തമ്പുരാനോട് സംസാരിക്കുകയാണ്. അവന്റെ ചെവികൾ അല്ലാഹുവോട് സംസാരിക്കുമ്പോ, അവന്റെ കണ്ണുകൾ അല്ലാഹുവോട് സംസാരിക്കുമ്പോ, അവന്റെ ഉദരം അല്ലാഹുവോട് സംസാരിക്കുമ്പോ, അവന്റെ ഗുഹ്യാവയവങ്ങൾ പടച്ച തമ്പുരാനോട് സംസാരിക്കുമ്പോ, ഓരോരോ അവയവങ്ങളും അല്ലാഹുവിനോട് സംസാരിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആരും കാണാതെ എന്റെ പ്രിയപ്പെട്ട യുവാക്കള് കഥകടച്ചിട്ട് കടത്തിണ്ണകൾ ഇരുന്നു കൊണ്ട് മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കാണുമ്പോ, ആരും കാണാതെ കമ്പ്യൂട്ടറോടാക്കി നീ മോശമായ ഡിസ്കിൽ ഇട്ടുകൊണ്ട് മികച്ചമായ ചിത്രങ്ങൾ കാണുമ്പോ, നാളെ പടച്ച തമ്പുരാന്റെ മുന്നിലേക്ക് വരുന്ന ദിവസത്തില് അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാതെ, പടച്ച തമ്പുരാന്റെ മുന്നിൽ മറുപടി പറയാതെ ഒരു ചുവട് പോലെ നിനക്ക് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഒരു ചുവട് പോലും നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഇവിടെ നമ്മൾ രസിച്ചോ, ഇവിടെ സംസാരിച്ചോ, ഇവിടെ കളിച്ചോ, ഇവിടെ ചിരിച്ചോ, എന്ത് വേണേ ചെയ്തോ, അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ ഇതിനെല്ലാത്തിനും മറുപടി പറഞ്ഞു വെക്കും. നമ്മൾ നാളെ പടച്ചതമ്പുരാനെ മുന്നിൽ കൊണ്ടുവരുമ്പോ കൈകൾ സംസാരിക്കുന്ന ദിവസം വന്നു പോയാല്, കാലുകൾ സംസാരിക്കുന്ന ദിവസം വന്നു പോയാല്, കണ്ണുകൾ സംസാരിക്കുന്ന ദിവസം വന്നു പോയാൽ നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് എവിടെയാ സ്വർഗം? ഏത് സ്വർഗത്തിലാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ രോഗം പിടിച്ചിട്ട് കാല് പഴുപ്പ് പിടിച്ചു. രോഗത്തിനാൽ കാല് പഴുത്തിട്ട് വൈദ്യർ കാല് മുറിച്ചു മാറ്റുമെന്ന് കൽപ്പിക്കുക. അങ്ങനെ വൈദ്യർ കാല് മുറിച്ചു മാറ്റി. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് പഴുപ്പ് പിടിച്ചിട്ട് വൈദ്യൻ ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എനിക്ക് അവസാനമായി എന്റെ കാലെന്റെ കയ്യിലേക്ക് തരുമോ? എന്റെ കാലിന്റെ കയ്യിലേക്ക് തരുമോ? എന്റെ കാല് ഞാൻ അവസാനമാണെന്ന് കാണട്ടെ എന്ന് പറയുമ്പോ മുറിക്കപ്പെട്ട കാല് വൈദ്യന്മാരായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു കാലെടുത്ത് കയ്യിലേക്ക് വെച്ചുകൊണ്ട് പറയുകയാണ്, കാലേ നീ സ്വർഗത്തിലാണ് കാലേ. നാളെ മനുഷ്യരിലേക്ക് വരുമ്പോ നീ നരകത്തിൽ പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല. കാരണം എന്താണെന്നറിയുമോ? നിന്നെ ഞാൻ ഇതുവരെയും ഒരു ഹറാമിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഒരു ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല. കാലേ ഒരു ഹറാം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ സ്വർഗത്തിലാ. മാത്രമല്ല രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ, ചൂടെന്ന് തണുപ്പെന്ന വ്യത്യാസമില്ലാതെ, രാപകലുകളോ ചൂട് തണുപ്പോ വ്യത്യാസമില്ലാതെ, സമയബന്ധിതമില്ലാതെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കൃത്യമായി നമസ്കരിക്കാൻ പോയ കാല. അതുകൊണ്ട് കാലേ നീ സ്വർഗത്തിലാണ് കാലേ എന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ചക്കുവള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, സഹോദരിമാരെ, നമുക്ക് നാളെ പടച്ചതമ്പുരാന് മുന്നിൽ പറയാൻ കഴിയുമോ? എന്റെ കാല് ഹറാമിലേക്ക് പോയിട്ടില്ല എന്ന്, എന്റെ കൈ ഹറാമ് ചെയ്തിട്ടില്ല എന്ന്, എന്റെ കണ്ണ് ഹറാമിലേക്ക് നോക്കിയിട്ടില്ല എന്ന്, എന്റെ ചെവി ഹറാമ് കേട്ടിട്ടില്ല എന്ന്, എന്റെ ഹൃദയം ഹറാമ് ചിന്തിച്ചിട്ടില്ല എന്ന്, എന്റെ വ്യാപനങ്ങൾ ഹറാമ് ചെയ്തിട്ടില്ല എന്ന്, എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായ സംഘത്തെ കൈവച്ചുകൊണ്ട് പറയാ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടെന്ന സന്ദർഭം വന്നു പോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഞങ്ങളെല്ലാം പരാജയപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറ എന്ന് പറയുന്ന മഹാമനുഷ്യ സമ്മേളന നഗരിയിൽ
വ്യഭിചരിക്കുന്ന ആളുകൾ, വ്യഭിചാരം എന്ന ശരീരത്തിന്റെ ഏറ്റവും വലിയ ഇച്ഛ, ആ ഇച്ഛയുടെ പിന്നാലെ പരക്കം പായുന്നവർ താൽക്കാലിക സുഖത്തിനു വേണ്ടി, താൽക്കാലിക രസത്തിനു വേണ്ടി തന്റെ ഭാര്യ വിട്ടിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ടുകൊണ്ട് ഒക്കെ മറ്റുള്ളവരെ സ്വീകരിക്കാൻ വേണ്ടി പരക്കം പായുമ്പോ നാളെ മഹ്ശറ എന്ന് പറയുന്ന ഈ ലോകത്ത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്ന സർവ്വ വസ്തുക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വിചാരണ നടത്തുന്ന ആ ദിവസത്തിൽ നമുക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മഹ്ശറിൽ നിൽക്കുമ്പോ വലിയൊരു ദുർഗന്ധം അടിച്ചു വീശുകയാണ്, വല്ലാത്തൊരു ദുർഗന്ധം. ആ ദുർഗന്ധം ഏറ്റിട്ട് ജനങ്ങളെ മുഴുവനും ആ നാസാദ്വാരം പൊത്തിപ്പിടിക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. ദുർഗന്ധം, എന്തോ ഒരു ദുർഗന്ധം. മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ ജനങ്ങളുടെ നാസ്വാധാരങ്ങളിലേക്ക് ശക്തമായ ദുർഗന്ധം അടിച്ചു വീശുകയാണ്. ഓരോരുത്തരും മൂക്കിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു, എന്തോ ഒരു ദുർഗന്ധം. അവരുടെ മൂക്കിന് പൊത്തിപ്പിടിച്ചിട്ടും കഴിയുന്നില്ല, മൂക്കിനകത്തേക്ക് ദുർഗന്ധം കടന്നു പോകുന്നു, സഹിക്കാൻ കഴിയുന്നില്ല. അവർ വിളിച്ചു ചോദിക്കും, എവിടെ നിന്നാണ് അല്ലാഹുവേ ഈ ദുർഗന്ധം? ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, ഇതെന്തോ ഒരു ദുർഗന്ധമാണ് റബ്ബേ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ നിലവിളിക്കുമ്പോൾ അവിടെ ഒരു വിളിയാളൻ വിളിച്ചു പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അവിടെ നിന്നുകൊണ്ട് വിളിയാളൻ വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ, അത് വേറെ ദുർഗന്ധമല്ല, അത് വേറെ ദുർഗന്ധങ്ങളല്ല. ദുനിയാവിൽ വെച്ച് വിഭജിച്ചു പോയ ആളുകളുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒലിക്കുന്ന ചീഞ്ചലത്തിന്റെ ഗന്ധമാണ്. അവിടെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒലിക്കുന്ന ചീഞ്ചലത്തിന്റെ ഗന്ധമാണ് നിങ്ങളുടെ നാസാദ്വാരങ്ങളിലേക്ക് അടിച്ചു കയറുന്നതെന്ന് അവിടെ ഒരു വിളിയാളൻ വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ, അവരെ പിടിക്കുക, വരിഞ്ഞു കെട്ടുക, നരകത്തിലേക്ക് വലിച്ചെറിയുക. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം. നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു തആല കൽപ്പന കൊടുക്കും. അള്ളാഹുവിന്റെ കൽപ്പന കേട്ടുകൊണ്ട് മാലാഖമാര് ഈ വ്യഭിചാരികളാകുന്ന ആളുകളെ ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടി നരകത്തിലേക്ക് തള്ളിക്കിടുകയാണ്. ഞാൻ ഇതിന്റെ ശിക്ഷയുടെ കാഠിന്യതയെ കുറിച്ച് പറയുകയാണ്. വ്യഭിചരിക്കുന്ന അനുഭവിചാരത്തിനോട് പ്രേരണ നൽകുന്ന ഏതെങ്കിലും സന്ദർഭം വന്നു പോയാൽ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി, അവിടെ അല്ലാഹുവേ അതിലേക്ക് ഞാൻ ചാഞ്ഞു പോയാൽ എനിക്ക് കിട്ടുന്ന അദാബ് ഇത്രത്തോളം വലിയ അദാബാണല്ലോ അല്ലാഹുവേ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞ് മാറി നിൽക്കാനുള്ള പ്രേരണയായിരിക്കണം ഈ ആയത്തുകളും ഹദീസുകളും. നരകത്തിലേക്ക് അല്ലാഹു തആല മലക്കുകളുടെ കൽപ്പന പ്രകാരം മാലാഖമാര് വലിച്ചെറിയുന്നു. മാലാഖമാര് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നരകത്തിൽ കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ നിനക്ക് കിട്ടുകയാണ്. നരകത്തിലേക്ക് ഇട്ടുകൊണ്ട് മാലാഖമാര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിചാരികളായ ആളുകളുടെ സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് മാംസത്തിനുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടുമത്രേ. മാംസത്തിനുള്ള കയറുകൊണ്ട് അവിടെ ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് വരിഞ്ഞു കെട്ടിയിട്ട് അല്ലാഹുവേ, അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് അടിക്കുകയാണ് മാലാഖമാര്. ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവിടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് അടിക്കുമ്പോ നിലവിളിക്കുകയാണ്, പടച്ചവര്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ, എന്തോ ഒരു ശിക്ഷയാണ് റബ്ബേ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. അയിനക്കാരഹാദസോത്ത്. ഇത് കേട്ടുകൊണ്ട് മാലാഖമാർ അവരോട് ചോദിക്കുകയാണ്, നിർത്തടാ നിർത്തടാ, അയിനക്കാരഹാദസോത്ത്, ഇപ്പോഴെവിടെന്നടാ നിനക്ക് ഈ ശബ്ദം പുറത്തേക്ക് വരുന്നത്? ഇപ്പോഴെവിടെന്നടാ ശബ്ദം പുറത്തേക്ക് വരുന്നത്? വന്ത തൽഹഖു വതഫറഹു വതംറഹു വലാ തുറാഖിബില്ലാ വലാ തസ്തഹി മിനല്ലാഹ്. ഇപ്പോഴെവിടെ നടാ നിനക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നത്? ദുനിയാവിൽ നീ വ്യഭിചരിച്ചപ്പോ, അന്യ സ്ത്രീയുമായി ശയ്യാവലംബിച്ചപ്പോ, അന്യ പുരുഷനുമായി നിന്റെ ഇച്ഛകൾ പൂർത്തീകരിച്ചപ്പോ, അല്ലാ, നീ അന്ന് ഈ പൊട്ടിച്ചിരിച്ചവനല്ലേ, അന്ന് നീ ചിരിച്ചവനല്ലേ, അന്ന് രസിച്ചവനല്ലേ, അന്ന് ആ സ്ത്രീയുമായ പുരുഷനുമായ സല്ലാപത്തിൽ ഏർപ്പെട്ടതല്ലേ? നിന്റെ അതിന്റെ സുഖങ്ങളെ കുറിച്ച് നിന്റെ കൂട്ടുകാരോട്, നിന്റെ വേണ്ടപ്പെട്ടവരോട്, നിന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ചിരിച്ചവനല്ലേ? വൈനക്കാരഹാദസോത്ത്. ഇപ്പോഴെവിടെ നടാ നിനക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നത്? ഇപ്പോഴെവിടെ നടാ നിനക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നത്? മിണ്ടല്ലടാ മിണ്ടല്ലേ, അന്ന് നിനക്ക് ഈ ശബ്ദം പുറത്തേക്ക് വന്നില്ലല്ലോ, മിണ്ടല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാരവന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് അടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മാലാഖമാരുടെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും നരകത്തിൽ. ആർക്കാ? വ്യഭിചരിക്കുന്ന ആളുകൾക്ക്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അവിടെ കുടിക്കാൻ തരുന്ന വസ്തുക്കൾ എന്താ? ويسقون أيضا من صدير وجيفته تفجر من فرج الذي كان يفجره. വ്യഭിചാരികളാകുന്ന ആളുകളുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒഴുകുന്ന ചീഞ്ചലങ്ങൾ നിനക്ക് അല്ലാഹു കുടിക്കാൻ തരുകയാണ്. നിനക്ക് അല്ലാഹു കുടിക്കാൻ തരുകയാണ്. സ്വദീദ് എന്ന് പറയുന്ന പാനി നിനക്ക് അല്ലാഹു കുടിക്കാൻ തരുകയാ. നരകത്തിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ. അല്ലാഹുവേ വാതശാ വാതശാ, ഞങ്ങൾക്ക് വല്ലാത്ത വിശപ്പുണ്ടല്ലോ, ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ടല്ലോ, കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം തരുമോ? പൊട്ടി പൊട്ടി നരകത്തിൽ നീ നിലവിളിക്കുമ്പോ ഫലായുജീബോ, നബിതങ്ങൾ പറയുന്നു നിന്റെ വിളിക്ക് മാലാഖമാര് മറുപടി കൊടുക്കുന്നില്ല. നിന്റെ വിളിക്ക് മാലാഖമാര് മറുപടി കൊടുക്കുന്നില്ല. വർഷങ്ങളോടെ നീ കിടന്ന് നിലവിളിക്കുമ്പോ നിനക്ക് കുടിക്കാൻ തരുന്ന വെള്ളം എന്താണെന്നറിയുമോ? സ്വദീദ് എന്ന് പറയുന്ന പാര്യം അല്ലാഹു നിനക്ക് കുടിക്കാൻ തരികയാ. ഖുർആൻ സ്വദീദ് എന്ന് പറയുന്ന പാര്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് സ്വദീദ് എന്ന് പറയുന്ന വെള്ളം നിനക്ക് അല്ലാഹു കുടിക്കാൻ തരികയാണ്. അത് നിനക്ക് കുടിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ചൂട് കാരണം ദുർഗന്ധം കാരണം നിനക്ക് കുടിക്കാൻ കഴിയുന്നില്ല. നിന്റെ വായിലേക്ക് അടുപ്പിക്കുമ്പോ നിന്റെ മുഖം മുഴുവനും ഇതാ ഉരുകിപ്പോകുകയാ. നിന്റെ ശരീരത്തിന്റെ മാംസങ്ങൾ മുഴുവനും ഉരുകിപ്പോകുകയാ. എന്റെ പ്രിയമുള്ളവര്, കുടിക്കാതിരിക്കാൻ കഴിയുമോ? കുടിക്കാതിരിക്കാൻ കഴിയുമോ? അതവനോ ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. അവൻ ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. ഈ നിലയിൽ അവനങ്ങോട്ട് കുടിക്കുകയാണ്. ഇതിന്റെ വേദന കാരണം അവൻ ചിന്തിച്ചു പോകും. ഖുർആൻ പറയുന്നവൻ ചിന്തിച്ചു പോകും. വയനത്തീഹി മൗത്തും മിൻ കുല്ലി മക്കാ, ഞാൻ മരിക്കുകയാണോ? ഇത് മരണത്തിന്റെ വേദനയാണോ? ഇത് മരണത്തിന്റെ പ്രാളമാണോ? ഖുർആൻ പറയുന്നു ഇല്ല ഇല്ല, വമാ ഹുവ ബിമയ്യിത്തിൻ, വമാ ഹുവ ബിമയ്യിത്തിൻ. അവൻ മരിക്കുന്നില്ല, മരിക്കുന്നില്ല, അവന് മരണമില്ല. ലാ യദൂഖൂന ഫീൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ. ഈ ദുനിയാവിൽ മരിച്ച മരണമല്ലാതെ പിന്നെ അവന് മരണമില്ല. കാലാകാലം നരകത്തിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ബയ്യനല്ലാഹു അസ്സ വജൽ. സ്വദീദ് എന്ന് പറയുന്ന പാനി, ഈ പാനി ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ്. അതങ്ങോട്ട് ഇറക്കാനും കഴിയുന്നില്ല, തുപ്പാനും കഴിയുന്നില്ല, കുടിക്കാതിരിക്കാനും കഴിയുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നമ്മൾ വ്യഭിചരിക്കുമ്പോൾ, ഇവിടെ ആ സുഖം ആസ്വദിക്കുമ്പോൾ, താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക, അള്ളാഹു പുറത്തു തരും. തൗബ ചെയ്യാത്തവർക്കാണ് ഈ പാപം, ഈ ശിക്ഷകൾ അള്ളാഹു തല കൊടുക്കുന്നത്. മേലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല അള്ളാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട് ചെയ്തു പോയ അപരാധങ്ങൾ, പാവങ്ങൾ അല്ലാഹുവേ നീ പുറത്തു തരണേ തമ്പുരാനെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ, അങ്ങനെ ദുആ ചെയ്ത് പാവം പൊറുപ്പിച്ച് ശുദ്ധ ജീവിതം നമ്മൾ നയിച്ചാൽ ഈ ശിക്ഷകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരികയില്ല. സംഭവിച്ചു പോയല്ലോ, എനിക്കിത് നരകമാണോ എന്ന് ചിന്തിക്കണ്ട. അള്ളാഹു ഏത് പാവം ചെയ്താലും അത് പുറത്തു തരാൻ കഴിവുള്ളവനാണ്, അത് പുറത്തു തരാൻ തയ്യാറുള്ളവനാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നവനാണ്. നിങ്ങൾ ദുആ ചെയ്യേ, നിങ്ങൾ ദുആ ചെയ്യേ. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. ഖുർആൻ പറഞ്ഞു നിങ്ങൾ നിഷ്കളങ്കമായി, വെറുതെ കാക്കത്തോബയല്ല, കാക്കത്തോബല്ല. ഈ കാക്ക പോയിട്ട് കാറ്റം കുത്തിയിട്ട് വന്ന് തിന്നിട്ട് അത് ഞാൻ ചെയ്യൂല, ഇത് തിന്നൂല എന്ന് കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോ അങ്ങനെ പറയുന്നത് പോലെയല്ല. അത് ഇങ്ങനെ വീണ്ടും അവന് കാറ്റം കാണുമ്പോ വീണ്ടും കൊത്തി തിന്നും. ഈ തൗബയല്ല. അവനിന് ഞാൻ ജീവിതത്തിൽ പാവം ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മുടെ പാവം പുറത്തു തരും. അതിനുവേണ്ടി നിരന്തരമായ തൗബ നമ്മൾ ചെയ്യുക. എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഇതാണ് സ്വദീദ് എന്ന് പറയുന്ന പാനീയം. ഈ പാനീയം ഇവിടെ നമ്മൾ ചെല്ലുമ്പോ, നമുക്ക് അഭിഹിത ബന്ധത്തിന് വേണ്ടി ഓടുമ്പോ നമുക്ക് നല്ല ജ്യൂസ് തരാനും, അതിന് നമ്മൾ ഷാർജ അടിച്ചു തരാനും, മുന്തിരി ജ്യൂസ് തരാനും ഒക്കെ സ്ത്രീകൾ കാണും, പുരുഷന്മാര് കാണും. പക്ഷേ നരകത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ജ്യൂസ് സ്വദീദാണ്. ഷാർജ ജ്യൂസിന് പകരം കിട്ടുന്നത് സ്വദീദ് എന്ന് പറയുന്ന ജ്യൂസാണ്.
ആ ഷെയ്ഖ്, അതുപോലെ തന്നെ എന്തെല്ലാം ഷെയ്ഖുകളുണ്ട്, മസ്കറ്റ് ഷെയ്ഖുണ്ട്, ബോംബെ ഷെയ്ഖുണ്ട്, അബുദാബി ഷെയ്ഖുണ്ട്, സർവ്വ ഷെയ്ഖുണ്ട്. ഇതിനെല്ലാത്തിനും പകരം നിങ്ങൾ കിട്ടുന്നത് ഇപ്പൊ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കടത്തിന്റെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. കടയിൽ ഒരു ബോർഡ്, എന്തെല്ലാം ഷേക്കും ജ്യൂസും ചാർജയും ഒക്കെ പല ചാർജകളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതെല്ലാം നാളെ നരകത്തില് നമുക്ക് പറിച്ചു കിട്ടുന്ന ജ്യൂസ്, ഇവിടെ നമുക്ക് പലരും തരുന്ന ജ്യൂസിന് പകരം അവിടെ കിട്ടുന്ന ജ്യൂസ് സുദീദും ഹമീം എന്ന് പറയുന്ന പാനീയമാണ്. എന്താ ഹമീം എന്ന് പറയുന്ന പാനീയം? ഖുർആൻ പറയുന്നു, ഖുർആൻ നമുക്ക് ഹമീം എന്ന് പറയുന്ന പാനീയത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹുവേ, എനിക്ക് വെള്ളം കുടിക്കാൻ വല്ലാത്ത ദാഹമുണ്ടല്ലാ. വ്യഭിചാരികളാകുന്ന ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് വെള്ളം ചോദിക്കുമ്പോ സുദീദ് എന്ന് പറയുന്ന പാനീയം കൊടുക്കുന്നത് പോലെ അള്ളാഹു കൊടുക്കുന്ന പാനീയത്തിന്റെ പേരാണ് ഹമീം എന്ന് പറയുന്ന പാനീയം. അവന് ഹമീം എന്ന് പറയുന്ന പാനീയം കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അവനും കുടിക്കുകയാണ്. എങ്ങനെയാണ് കുടിക്കുന്നത്? കുടിക്കാതിരിക്കാൻ അവന് കഴിയുകയില്ല. മരുഭൂമിയിലൂടെ മൈലുകൾ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന ഒട്ടകങ്ങള്, വെള്ളം കിട്ടുമ്പോ ദാഹിച്ചു വരുന്ന ഒട്ടകങ്ങള് വെള്ളം കിട്ടുമ്പോൾ അതിങ്ങനെ വെള്ളം മോന്തി കുടിക്കുന്നത് പോലെ അവനിങ്ങനെ ഹമീം എന്ന് പറയുന്ന പാനീയം കാണുമ്പോ മോന്തി മോന്തി കുടിക്കുകയാണ്. അതിന്റെ ദുർഗന്ധം സഹിച്ചുകൊണ്ട്, അതിന്റെ ചൂട് സഹിച്ചുകൊണ്ട് അവനെങ്ങനെ മോന്തി മോന്തി കുടിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കുടിക്കുമ്പോൾ അവന്റെ ഉദരത്തിലേക്ക് കടന്നു പോവുകയാ. ഈ വെള്ളം കുടിക്കുമ്പോ അവന്റെ ഉദരത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എപ്രകാരമാണെന്നറിയുമോ? അവന്റെ ഉദരത്തിലേക്ക് ചെല്ലുമ്പോ അവന്റെ ആമാശയം കലങ്ങാൻ തുടങ്ങി. അവന്റെ ഉദരത്തിൽ എന്തെല്ലാം പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ? കുടലുകളും ആമാശയങ്ങളും കരളുകളും കിഡ്നികളും എല്ലാം ഇങ്ങനെ കലങ്ങിയിട്ട് അവന്റെ പിൻദ്വാരത്തിലൂടെ പുറത്തു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. വ്യഭിചാരികളാകും ആളുകൾ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ ഖുദൂ ഫഅതിരൂ ഇലാ സവായിൽ ജഹീം. മലക്കുകളെ ഇവരെ വരിഞ്ഞു കെട്ടി നരകത്തിലേക്ക് തള്ളിയിടും. മലക്കുകളെ മാലാഖമാര് ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് നരകത്തിലേക്ക് തള്ളിയിടുകയാ. ഏത് നരകമാണ് എന്റെ പ്രിയമുള്ളവര്? നരകത്തിന് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയൊരു കിണറുണ്ട്. നരകത്തിൽ അള്ളാഹു ചെറിയൊരു പുള്ളക്കുഴി സൃഷ്ടിച്ചിട്ടുണ്ട്. കിണറ് വെട്ടിയിട്ട് വെള്ളം കിടക്കാൻ അവസാനം ഒരു ചെറിയൊരു കുഴി കുടിക്കുന്നത് പോലെ നരകത്തിൽ അള്ളാഹു കുഴിച്ചിരിക്കുന്ന കുഴി ചെറിയൊരു കുഴിയല്ല. നരകത്തിൽ അള്ളാഹു കുഴിച്ചിരിക്കുന്ന ഒരു പുള്ളക്കുഴി, അത് വലിയൊരു കുഴിയാണ്. ആ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു കൽപ്പന കൊടുക്കുകയാ. കൽപ്പന കേട്ടുകൊണ്ട് മാലാഖമാര് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അള്ളാഹു മലക്കുകളോട് പറയും, മലക്കുകള് അവരുടെ ശിരസിലേക്ക് ഹമീം എന്ന് പറയുന്ന പാനി ഒഴിച്ചു കൊടുക്കുക. അവരുടെ ശിരസിലേക്ക് ഹമീം എന്ന് പറയുന്ന പാനി വീഴ്ത്തി കൊടുക്കുക. മാലാഖമാരുടെ ശിരസിലേക്ക് വീഴ്ത്തി കൊടുക്കുക. മാലാഖമാരിങ്ങനെ വെള്ളം കൊണ്ടുവന്നിട്ട് ഹമീം എന്ന് പറയുന്ന ചുട്ടു തിളച്ച് കിടക്കുന്ന പാനി കൊണ്ടുവന്നിട്ട് അവിടെ ശിരസിലേക്ക് വീഴ്ത്തി കൊടുക്കുമ്പോ അവിടെ ശരീരം മുഴുവനും ഉരുകി ഒലിക്കാൻ തുടങ്ങി. അവിടെ ശരീരം മുഴുവനും ഉരുകി ഒലിക്കുകയാണ്. ഉരുകി നരകത്തിലേക്ക് വീഴുമ്പോ എന്റെ പ്രിയമുള്ളവര്, അതുകൊണ്ട് തീർന്നു എന്നാരും കരുതണ്ട. അതുകൊണ്ട് മരണം ഞങ്ങൾക്ക് എല്ലാ പിടികൂടുമെന്ന് കരുതണ്ട. നിന്റെ ശരീരത്തിന്റെ മാംസങ്ങൾ ഉരുകി പോകുമ്പോ വീണ്ടും പടച്ചു നമ്പുരാൻ മാംസം തരുകയാ. കുല്ലമാനമുജത്തു ജുലൂദും പത്തൽനാം ജുലൂദൻ ഒയറഹാ ലിയദൂഖുല്ലദാ. അല്ലാഹു തആല പറയുന്നു, അവന്റെ മാംസങ്ങൾ ഇങ്ങനെ ഉരുകി പോകുമ്പോ, അവന്റെ ശരീരത്തിന്റെ തൊലികൾ ഉരുകി പോകുമ്പോ അല്ലാഹു വീണ്ടും അവന് തൊലികളും മാംസങ്ങളും കൊടുക്കുകയാ. ഈ തൊലികളും മാംസങ്ങളും വീണ്ടും ഉരുകി പോകുന്നു. വീണ്ടും അല്ലാഹു കൊടുക്കുന്നു.
എന്തിനു വേണ്ടിയാണ് പടച്ച നമ്പുരാൻ ഇങ്ങനെ നീട്ടി നീട്ടി കൊടുക്കുന്നത്? വീണ്ടും വീണ്ടും തൊലി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? വീണ്ടും വീണ്ടും മാംസം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഖുർആൻ പറയുന്നത് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ്. അവന് മരണമില്ല, മരണമില്ല, അവന് മരണമില്ല. നരകത്തിൽ എന്നും ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ഈ വക പാവങ്ങളിൽ നിന്ന്. എന്റെ യുവാക്കളെ, എന്റെ സഹോദരന്മാരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറക്കുന്നവരാകാൻ പാടില്ല. എത്ര നല്ല ചുറുചുറുക്കുള്ള സഹോദരൻ, എത്ര നല്ല ചുറുചുറുക്കുള്ള നബിയായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ പറഞ്ഞ ഏറ്റവും നല്ല സുന്ദരമായ ചരിത്രം. ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോ കണ്ണ് നിറഞ്ഞു പോകും. എന്തോ ഒരു സംഭവം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖ വശീകരിക്കാൻ ശ്രമിച്ച ആ ഘട്ടങ്ങൾ വായിക്കുമ്പോ കണ്ണ് നിറഞ്ഞു പോകും. ഇത്രയും ഒരു ഈമാനുള്ള ഒരു വ്യക്തി, വെറും 17-18 വയസ്സ് മാത്രം പ്രായമുള്ള, നല്ല കാണാൻ നല്ല 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രന്റെ പ്രഭ പോലെ വെട്ടിത്തിളങ്ങുന്ന സുന്ദരമായ മുഖമുള്ള മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യുവാക്കളെ മറന്നു പോകേണ്ട യൂസുഫിനെ, യുവാക്കളെ മറന്നു പോകേണ്ട യൂസുഫിനെ. സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ പെണ്ണ, കാണാൻ കൊള്ളാത്തൊരു വിരൂപിയായ പെണ്ണല്ല, കാണാൻ നല്ല സുന്ദരിയായ ആ മിസ്രിലെ നല്ല അസീസ് രാജാവിന്റെ സുന്ദരിയായ പെണ്ണാണ് സുലൈഖ. തന്റെ കൊട്ടാരത്തിലേക്ക് അസീസ് രാജാവ് വാങ്ങിക്കൊണ്ടുവന്ന നല്ല ചുറുചുറുക്കുള്ള 17 വയസ്സുള്ള യൂസുഫ് എന്ന് പറയുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് നുബൂവത്ത് പോലും കിട്ടിയിട്ടില്ല. യൂസുഫിനെ കണ്ടിട്ട് നേന്ത്രണം വിട്ടുപോയ സുലൈഖ വല്ലാത്ത സൗന്ദര്യത്തിന്റെ വ്യക്തിയായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരമായി യൂസുഫിന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, യൂസുഫേ, യൂസുഫേ, എനിക്ക് എന്റെ വികാരത്തിന് പൂർത്തീകരണം ചെയ്തു തന്നേ മതിയാകും, എന്റെ ആഗ്രഹമേ പൂർത്തീകരിച്ചു തന്നേ മതിയാകും യൂസുഫേ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴെല്ലാം കുതിരി മാറുകയാണ്. ഇല്ല ഇല്ല, എന്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുകയാണ്. മഹാഫത്തു റബ്ബീ, പടച്ച തമ്പുരാന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും കുതിരി മാറുകയാ. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി സുന്ദരമായ മുത്തുകൾ കൊണ്ട്, ഗോമേതകം കൊണ്ട്, പവിഴങ്ങൾ കൊണ്ട്, മാണിക്യങ്ങൾ കൊണ്ട്, സുന്ദരമായ മാർബിളുകൾ കൊണ്ട്, ഗ്രാനൈറ്റ് കൊണ്ട് നല്ല പണി കഴിപ്പിക്കപ്പെട്ട സുന്ദരമായ ഒരു കൊട്ടാരം, 7 അറകളുള്ള കൊട്ടാരം പണിതിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ വേണ്ടി മാത്രമാ 7 അറകളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക്, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള യുവാക്കളെ, ആ നാട്ടിലെ രാജ്ഞിയാണ്, നല്ല സുന്ദരിയായ, നല്ല രക്തത്തുടപ്പുള്ള, കൊഴുകുടപ്പുള്ള, കാണാൻ നല്ല അഴകുള്ള പെണ്ണാ, അണിഞ്ഞൊരുങ്ങി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് വന്നിട്ട് വശീകരിക്കാൻ ശ്രമിക്കുമ്പോ അപ്പോഴും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കുതിരി മാറുകയാ. അവസാനം അവിടെ ശരീരത്തിലുള്ള തുണികൾ മാറ്റിയിട്ട്, ഔറത്ത് മാറ്റിയിട്ട് നഗ്ന ശരീരമായ യൂസുഫിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയാണ്. യൂസുഫിന്റെ അടുക്കലേക്ക് നിന്നിട്ട് പറഞ്ഞു, യൂസുഫേ, യൂസുഫേ, നിന്നെ കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല യൂസുഫേ, നിന്റെ എന്തോരം നല്ല സുന്ദരമായ കണ്ണാണ് യൂസുഫേ, നിന്റെ കണ്ണ് കണ്ടപ്പോ, നിന്റെ കണ്ണിന്റെ പ്രകാശം കണ്ടപ്പോ എന്റെ സർവ്വ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ് യൂസുഫേ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സുലൈഖ, ഞാനിങ്ങ് മരിച്ചു പോയാൽ 2 ദിവസം കഴിഞ്ഞ് എന്നെ ഖബറിലേക്ക് വന്ന് നോക്കിയാ ഈ മനോഹരമായ കണ്ണിന്റെ സ്ഥാനത്ത് 2 കുഴികളാ, അപ്പോഴേ നീ എന്നെ നിന്ന് പിന്തിരിഞ്ഞു ഓടുമല്ലോ സുലൈഖ. വീണ്ടും സുലൈഖ പറയുന്നു, യൂസുഫേ, നിന്റെ എന്തോരം നല്ല രസമുള്ള മുടിയാട്, ഈ മുടി ഞാനിങ്ങ് മരിച്ചു പോയാൽ 2 ദിവസം കഴിയുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് മുടികളെല്ലാം അടർന്നു പോകുമ്പോ എന്നെ കാണാൻ എന്ത് രസമാ, എന്നെ കാണാൻ ഒരു സൗന്ദര്യവുമില്ല. വീണ്ടും സുലൈഖ പറയുന്നു, യൂസുഫേ, നിന്റെ മുഖം എത്ര കാണാൻ നല്ല രസമുള്ള മുഖമാ, 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രന്റെ പ്രഭ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമുണ്ടല്ലോ, ആ മുഖത്തിനൊരു ചുംബനം നൽകാൻ, ആ മുഖം കൊണ്ട് എന്റെ മുഖത്തേക്ക്
എനിക്കൊരു ചുംബനം നൽകാ, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറയുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, എന്റെ യുവാക്കളെ മറന്നു പോകണ്ട, എന്റെ യുവാക്കളെ മറന്നു പോകണ്ട. ഒരു വാഹനത്തിലൂടെ നീ ഒരു അന്യ സ്ത്രീയുമായി കുശലം പറഞ്ഞുകൊണ്ട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നീ വാഹനത്തിലൂടെ ചീറിപ്പായുമ്പോ എതിരെ വരുന്ന വാഹനം ഇടിച്ച് നീ തെറിച്ച് വീട് മരണപ്പെട്ടു പോയാ നിന്റെ സൗന്ദര്യം എവിടെയാ പോകുന്നത്? നിന്റെ ആരോഗ്യം എവിടെയാ പോകുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഖബറിലേക്ക് കൊണ്ട് കിടത്തി 2 ദിവസം കഴിയുമ്പോ എന്റെ മുഖത്തുള്ള കോമളമായ സുന്ദരമായ മുഖത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ട് എന്റെ ശരീരത്തെ പുഴുക്കൾ ഇങ്ങനെ ഓടുന്ന കണ്ട സുലൈഖ, പിന്നെ നീ എന്റെ അടുക്കലേക്ക് വരില്ല. അവസാനം പൊട്ടിക്കരഞ്ഞിട്ട് സുലൈഖ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, യൂസുഫേ യൂസുഫേ എന്റെ ആഗ്രഹം നീ പൂർത്തീകരിച്ചു തന്നേ മതിയാകൂ എന്ന് പറയുമ്പോ അതിന് തയ്യാറില്ലാത്ത സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടന്നു പിടിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടുകയാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടി. അവസാനം ചരിത്രം ഞാൻ നീട്ടുന്നില്ല. അവസാനം യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ എന്റെ ശരീരത്തിന്റെ ഇച്ഛ നീ പൂർത്തീകരിച്ചു തന്നില്ല എങ്കിൽ, എന്റെ ശരീരത്തിനോട് നിന്റെ ശരീരം ഒന്ന് ചേർന്നില്ല എങ്കിൽ നിന്നെ ജയിലിലേക്ക് കൊണ്ടിട്ട് ഞാൻ കാലാകാലം ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, എന്റെ ചക്കുവള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള യുവാക്കള്, ഇസ്ലാമിന്റെ ഇസ്സത്തിനും അതിന്റെ ഓജസ്സിനും വേണ്ടി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള യുവാക്കള്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. എന്താണ് പരിശുദ്ധ ഖുർആൻ? പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്നറിയണ്ടേ? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന വഅസ്ബു ഇലൈഹിന്ന വകും മിനൽ ജാഹിലീൻ. ഇതുപോലെ പറയാൻ ഞങ്ങളെ ചങ്കറപ്പോട് ഇതുപോലെ പറയാൻ ഞങ്ങളെ തയ്യാറാകണം. ഏത് സുന്ദരി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചാലും, ഏത് നല്ല സുന്ദരിയായ പെണ്ണ് നിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് നിന്നെ വശീകരിച്ചാലും, ഫേസ്ബുക്കിലൂടെ നിന്നെ തന്ത്രത്തിലൂടെ നിന്നെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ചാലും, നീയുമായി അഭിഹിത ബന്ധത്തിന് വേണ്ടി ശ്രമിച്ചാലും, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഇതുപോലെ പറയാൻ നിങ്ങളെ വിസ്മരിച്ചു പോകണ്ട. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ അല്ലാഹുവേ എന്നെയേ ഈ പെണ്ണുങ്ങൾ ഏതിലേക്കാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ഏതിലേക്കാണ് ഈ പെണ്ണുങ്ങൾ എന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നതല്ല? അതിനേക്കാൾ എനിക്ക് നല്ലത് ജയിലാണല്ലാ, എനിക്ക് ജയിലാണ് റബ്ബേ. അല്ലാഹുവേ ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ, നിരന്തരമായ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ, അതിലേക്ക് ഞാൻ ചാഞ്ഞു പോകുമല്ല, അതിലേക്ക് ഞാൻ അങ്ങ് വീണുപോയാ ഞാൻ വിവരം കെട്ടവന്റെ കൂട്ടത്തിലായി പോകുമല്ല, ഞാൻ വിവരം കെട്ടവരുടെ കൂട്ടത്തിലായി പോകും തമ്പുരാൻ. അതുകൊണ്ട് എന്നെ കാക്കണയല്ല. എന്റെ പ്രിയമുള്ളവരെ, ജയിലെന്ന് പറയുമ്പോ എന്തോ ഒരു ജയിലാണ്. ഒരുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ, സുഖമായ വെള്ളം പോലും കുടിക്കാൻ, ഒരു തുള്ളി വെള്ളമില്ലാത്ത നല്ല ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ജയിലിനകത്ത് പുറവുമായൊരു ബന്ധമില്ലാതെ ഈ ദുനിയാവിലെ നരകമാകുന്ന ജയിലിനകത്ത് കിടക്കുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ജയിലാണല്ലാ, എന്നോട് മിണ്ടാൻ ആരുമില്ല എങ്കിലും, എനിക്കൊരു നേരത്തെ വെള്ളം കുടിക്കാനില്ല എങ്കിലും, എനിക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല എങ്കിലും, എനിക്കൊരു വെട്ടം വെളിച്ചം പോലുമില്ലാത്ത ഈ ജയിലറയ്ക്കിൽ കിടന്നാലും, ഈ ജയിലിന്റെ അകത്തലങ്ങൾ ഞാൻ കിടന്നെന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, അല്ലാഹുവേ എനിക്ക് ഏറ്റവും നല്ലത് ഈ പെണ്ണുങ്ങളെ ക്ഷണിക്കുന്നതിനേക്കാൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ജയിലാണല്ലാ. ഇതുപോലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇതുപോലെ പറയാൻ നിങ്ങൾ തയ്യാറാകണം.
ഇതുപോലെ പറയാൻ എന്റെ സുഹൃത്ത് യുവാക്കൾ യുവതികളെ, നിങ്ങളും ഇതുപോലെ കാക്ക കണ്ണുമായി കഴുത കണ്ണുമായി നിങ്ങളെ ചുറ്റി നടക്കുന്ന ആ പിശാചുക്കൾ, നിങ്ങളെ വലയിൽത്താൻ വേണ്ടി നടക്കുന്ന പിശാചുക്കൾ, അവരിൽ നിന്നും എന്ത് വില കൊടുത്തും എന്തെല്ലാം പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ആ എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിൽ നിന്ന് ഭിന്നിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വിലങ്ങിടുമ്പോൾ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വെച്ചിരിക്കുന്നത്. അവരാണ് ഖബറിന്റെ കൂട്ടുകാരനായി വരുന്നത്, ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നത്. തന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നിനക്ക് സ്വർഗം തരുന്നത് ഖബർ മുതൽ നിനക്ക് ആനന്ദം കിട്ടുന്നത് നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തുമ്പോഴാണ്. ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള വഴി അതാണ്. നമ്മുടെ ഖബറിൽ കൂട്ടുകാരായി കടന്നു വരുന്നത്. കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോ ഈ ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തൽ, അതാണ് രണ്ടാമത്തെ കാര്യം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടിട്ടാണ് പൊട്ടിക്കരഞ്ഞു പോയത്. ഖബറിന്റെ ഓരത്തൂടെ പോകുമ്പോൾ മഹാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ധാരാളം കരയും. സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മഹ്ശരെ കുറിച്ചൊക്കെ പറയുമ്പോ, അള്ളാഹുവിന്റെ നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചൊക്കെ പറയുമ്പോ കരയാറുള്ള മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോഴും അതിനേക്കാൾ ധാരാളം കരയുമായിരുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് കൂടെയുള്ളവർ ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞത്, ഫൈൻദൻജു മിന്നാ തൻജു മിൻ ദി അലീമതി വഇല്ലാ ഫൈന്നീലാ യഖാലുക നാജിയാ ഫൈൻദൻജു മിന്നാ തൻജു മിൻ ദി അലീമതി വഇല്ലാ ഫൈന്നീലാ യഖാലുക നാജിയാ. പരലോകയാത്രയ്ക്കുള്ള വഴിയാദ്യം ഇതാ, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ. അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ. ഇതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ. ഖബർ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം രക്ഷയാണ്. ഖബർ രക്ഷപ്പെട്ടാൽ എല്ലാം രക്ഷയാണ്. അതുകൊണ്ടാണ് ഖബറെന്ന് കേൾക്കുമ്പോഴും ഖബറിന്റെ ഓരത്തോടെ പോകുമ്പോഴും ഞാൻ പൊട്ടി പൊട്ടി കരയുന്നെന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോ ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇച്ഛകൾ നിങ്ങൾ കടിഞ്ഞാണിടുക. അതുപോലെ തന്നെ സ്വതക്കുകൾ ധാരാളം ചെയ്യുക. ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ സാഹചര്യം കിട്ടുമെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറുകളെല്ലാം പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഖബർ നമുക്ക് രക്ഷയ്ക്ക് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല കൂട്ടുകാരായി എത്തിച്ചു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉസ്താദിന് ദർസ്ഥാനം പെട്ടെന്ന് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെ രഹസ്യമായി ചെയ്തു പോയ സർവ്വപാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ടു പോയ ശരീരം എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവ്, അല്ലാഹ് അവർക്ക് മഴപ്പുറത്ത് കൊടുക്കണേ തമ്പുരാൻ. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ചെയ്തു പോയ പാപങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗത്തിൽ പൊന്നാരൻ വിവരങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണേ അല്ലാഹുവേ. അങ്ങനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ആശ്രയം എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ സഹോദരന്റെ പിതാവ് ഉൾപ്പെടെ ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും മക്കളും പലരും മരണപ്പെട്ടു പോയ റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നിങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്.
ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളെ മക്കളെ മരിപ്പിച്ച് ഞങ്ങളെ പരീക്ഷിപ്പിക്കല്ലേ റബ്ബേ. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നാഥാ. അടിക്കടിക്ക് വരുന്ന രോഗങ്ങളെ തൊട്ട് നിങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. നിങ്ങളെ മക്കളെ കാക്കണേ. ഭൗതികമായ വിജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലെ പ്രകാരം മുഴുവങ്ങളോടൊപ്പം അല്ലാഹുവേ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ വസീയത്ത് നൽകിയ സംഭാവന നൽകിക്കൊണ്ട് വസീയത്ത് നൽകിയ സഹോദരി പടച്ചവനെ മരണപ്പെട്ടു പോയി തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അവിടെ കബറിന്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ. ഈ സ്വതന്ത്ര കൊണ്ട് ഇവിടെ കബറിന്റെ എല്ലാ ബലാവും സുഖങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. കബറിൽ രക്ഷയ്ക്ക് ഈ സ്വതന്ത്രത്തിക്കണേ തമ്പുരാനെ. എല്ലാവരും സഹായിക്കാനില്ലാത്ത കബറിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ കൂട്ടുകാരനായി എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷയുടെ കവാടം നിങ്ങൾക്ക് തുറക്കണേ അല്ലാ. പടച്ചവനെ നിങ്ങളെ നിങ്ങൾക്ക് നന്നാക്കണേ അല്ലാ. പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാ. കൈകാലുകൾ തെരുപ്പും വേദനകളും മാറ്റിത്തരണേ അല്ലാ. ആത്മസംബന്ധമായ രോഗമുള്ളവർ, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, ഉദര സംബന്ധമായ രോഗമുള്ളവർ, കൈകാലും എണ്ണമറ്റ വ്രണങ്ങൾ പിടിച്ചിട്ട് പ്രയാസപ്പെടുന്നവർ, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയവർ, കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയവർ, സംസാര ശക്തി നഷ്ടപ്പെട്ടു പോയവർ, കടൽവാദം കൊടിവിട്ട് കിടക്കുന്നവരെല്ലാവരെ എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ റബ്ബേ. നിന്റെ അൽമ പറയാനുള്ള വിജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ പറയാൻ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പഠിച്ചവരെ അതിനുള്ള വിജ്ഞാനം നൽകണേ അല്ലാ. സത്യം നൽകണേ അല്ലാ. സത്യം നൽകണേ അല്ലാ. നിങ്ങളുടെ വരക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഹൈറും നൽകണേ അല്ലാ. ഉയർച്ച നൽകണേ തമ്പുരാൻ. പടച്ചവനെ ഞങ്ങളെ വാർത്താവുമായി സ്വർഗം കൊടുക്കണമല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകണമല്ല. ഓരോരുത്തർക്കും പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.